യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ആ ജീവൻ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, തിരുലിഖിതങ്ങളിലൊക്കെ യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ നിത്യജീവൻ്റെ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ തിരുലിഖിതം സാക്ഷ്യപ്പെടുത്തുന്ന യേശുവിനെ തിരസ്കരിച്ച് ലിഖിതങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ പ്രീശന്മാരെയും നിയമജ്ഞരെയുമൊക്കെയാണ് ഈശോ കുറ്റപ്പെടുത്തുന്നത്. അവർക്ക് നിത്യജീവൻ ലഭിക്കാനായി യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരാൻ അവർ തയ്യാറായില്ല. ഈ ഒരു രോദനം പഴയ നിയമത്തിൽ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ പറ്റാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു എന്ന്. നമ്മൾ ലോക വ്യാപാരങ്ങളുടെ, ലോകസുഖങ്ങളുടെ പുറകെയൊക്കെ പരക്കം പായുമ്പോൾ പലപ്പോഴും നമ്മൾ പൊട്ടക്കിണറുകൾ കുഴിക്കുകയും അങ്ങനെയുള്ള കിണറുകൾ തേടുകയും ചെയ്യുന്നവരായി മാറുകയാണ്. യഥാർത്ഥ ജീവജലം അല്ലെങ്കിൽ നിത്യജീവൻ തരാൻ കഴിവുള്ള യേശുവിനെ നമ്മൾ മറന്നു പോകുന്നു. യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരാനും അവിടുത്തോടൊപ്പം ആയിരിക്കാനും സാധിക്കുമ്പോഴാണ് ആ നിത്യജീവൻ നമുക്ക് കരസ്ഥമാക്കാനാവുക. സ്നേഹനാഥനായ ഈശോയെ, നിത്യജീവൻ കരസ്ഥമാക്കാനായി എപ്പോഴും അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.